ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണേ. ഞാൻ നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഞാനിങ്ങനെ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3rd ഫ്ലോറിലാണ് ഉള്ളത്. നമ്മുടെ വീട് 3rd ഫ്ലോറിലാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ 8 വീടുകളാണുള്ളത്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 4 ഫ്ലോറായിട്ട് നമുക്ക് 8 വീടുകളാണുള്ളത്. ഇന്നലെ ഉഗാദി ആയതുകൊണ്ട് എല്ലാവരും രംഗോലിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ കുട്ടികൾ ചവിട്ടി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ്. കുട്ടിപ്പട്ടാളം താഴെ റെഡിയാണ് കേട്ടോ. അവർ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവരെ കൂട്ടി പോകാനായിട്ട്. കാരണം നമ്മുടെ പരിപാടിയൊന്നും നടക്കത്തില്ല. അവരെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അവരോട് ഇവിടുന്ന് കളിക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കത്തുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒരാൾ വന്നു, മറ്റേ ഇതാ കുഞ്ഞിനോട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ലാന്ന്. കാരണം പോകുന്ന വഴിക്ക് മുട്ടായി പീടിയൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നിന്നേ പറഞ്ഞു പോവാണേ. ഇതൊക്കെയാണ് കേട്ടോ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് ഓൾറെഡി ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട്. പക്ഷെ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് വേണ്ടേ. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ഇവിടെ മഹാരാഷ്ട്രക്കാരുണ്ട്, കർണാടകക്കാരുണ്ട്, ആന്ധ്രക്കാരുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, UP ഉണ്ട്. അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങളിലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ കൾച്ചർ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതായത് ഇവരുടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ നമ്മളും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏതാണേ മോമോസ് വണ്ടി. ഇത് നേപ്പാളിക്കാരാണ് ഇവിടെ നടത്തുന്നത്. അവരുടെ ഒരു മോമോസ് ഷോപ്പുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ജോറിൽ വരുന്നുണ്ട്. മോമോ ഷോപ്പിൻ്റെ അടുത്തൊരു മൾബറിയുടെ ഒരു വലിയ മരമുണ്ട്. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു മൾബറിയുടെ മരമായിട്ടുണ്ടോ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ മൾബറിയുടെ മരമാണുള്ളത്. നമുക്കൊക്കെ അവിടെ ചെറിയ പ്ലാന്റ്സ് അല്ലേ ഉണ്ടാവുക. ഇതാണ് കേട്ടോ മൾബറി മരം. ഇവിടെ നിന്നാണ് നമ്മൾ മൾബറി പറിക്കുക. ഇഷ്ടം പോലെ ഉണ്ട് മൾബറി. ഞാൻ ഇത്ര മൾബറി കണ്ടത് ഇവിടെ നോർത്തിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം താമസിച്ച ഹരിയാനയിലും ഇതുപോലെ തന്നെ മൾബറി ഉണ്ടായിരുന്നു. പിന്നെ ബേർ, അതിൻ്റെയൊക്കെ സീസണാണ് ഇപ്പോൾ ഇവിടെ. ബേർ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ബേർ ഇതാണ് മൾബറി. കണ്ടോ, നല്ല കറുത്ത കളറിൽ നല്ല മധുരമാണ് കേട്ടോ. ഇതിങ്ങനെ റോഡിൽ ഇങ്ങനെ വീണ് എന്താ പറയുക ചതഞ്ഞിട്ടുണ്ടാവും. വണ്ടി പോയിട്ടൊക്കെ ഇങ്ങനെ വീണ് കണ്ടില്ലേ. ഇതാ ഈ കറുത്ത കളറിൽ കാണുന്നത് മുഴുവനും മൾബറി നിലത്ത് വീണിട്ട് ചതഞ്ഞതാണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മോമോസ് വണ്ടി പോകുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് മോമോസ് കിട്ടുക. ഇവിടെ ചൗമീനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ യൂണിറ്റുകാരൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നേപ്പാളി യൂണിറ്റ്. ഇവിടേക്കാണ് നമ്മൾ ഡയറക്റ്റ് വന്നത്. ഇത് നമ്മുടെ ബ്യൂട്ടി പാർലറാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഒരു തുണി അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഭാഷയിൽ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ക്കാന്നാണ് കേട്ടോ. ഞാൻ ചില സമയം കണ്ണൂർക്കാരിയായി പോകും, ചില സമയം എന്നല്ല. പൊതുവേ ഞാൻ പറയുന്ന ഭാഷയിൽ കൂടുതലും കണ്ണൂർ ഭാഷയാണ് വരിക. ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല പൂക്കൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, യോഗയുടെ പലതരത്തിലുള്ള പൊസിഷൻസ് കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റാച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് വിശേഷം. പിന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് സമയം എന്താ പറയുക 8 മണിക്കേ നമ്മൾ റൂമിനകത്തേക്ക് തിരിച്ചു കയറുള്ളൂ. അപ്പോൾ എൻ്റെ ഈവനിങ് വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.